ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്നിട്ടിട്ടുള്ളത്. എല്ലാ ദിവസത്തെ പോലെ രാവിലെ തന്നെ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു 5:30 5:45 മണിക്ക് ഉള്ളിൽ ഞാൻ വിളക്കൊക്കെ കൊളുത്തി കുറച്ച് നേരം പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അതിനുശേഷം അമ്പലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വരും. പോയിട്ട് വന്നതിന് ശേഷമാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉപ്പുമാവാണ്. ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്ത് പോകണം. എൻ്റെ അനിയത്തിയുടെ അമ്മായിയമ്മ മരിച്ചു പോയിട്ട് ഇന്ന് സഞ്ചയനമാണ്. അങ്ങനെ അവളുടെ വീട്ടിലോട്ട് പോകണം. അതുകൊണ്ട് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി. സത്യത്തിൽ അവിടെ കാപ്പിയുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. എങ്കിലും മോൾ ഇവിടെ ഉള്ളതുകൊണ്ട് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം എൻ്റെ കൂടെ നമ്മുടെ അടുത്ത ബന്ധുക്കൾ 2-3 പേരുണ്ട്. അവരെല്ലാം കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർത്തിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ എല്ലാവരും റെഡിയായി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഞാനും റെഡിയാവുകയാണ് പോകാനായിട്ട്. ഞാൻ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ അവിടെ ബസ്സിൽ ജംഗ്ഷനിൽ പോയി നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് എന്നെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കാറിൽ പോകാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞാൻ റെഡിയായി സഞ്ജയനെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ എത്താൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴത്തേന് കർമ്മമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയത്തിയുടെ മകനാണ് കർമ്മമൊക്കെ ചെയ്യുന്നത്. അവൻ്റെ അമ്മുമ്മയാണ് മരിച്ചത്. കുറച്ച് പ്രായമായിട്ടാണ് മരിച്ചത്. ഒരു 90 വയസ്സ് കൂടുതലൊക്കെ ഉണ്ട് മരിച്ചപ്പോൾ. അതുകൊണ്ട് അവിടെ ഇന്ന് 9ാമത്തെ ദിവസമാണ്. അങ്ങനെ അവിടെ സഞ്ചയന കർമ്മം നടക്കുകയാണ്. അങ്ങനെ അവൻ ഓരോരോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ കർമ്മങ്ങളൊക്കെ ഇപ്പം അറിയത്തില്ലല്ലോ. അന്നേരം അതൊക്കെ ഒന്ന് ഇപ്പോഴും അത് പിന്തുടർന്ന് പോകുന്നത് നല്ല കാര്യമാണ്. പഴയ തലമുറയിലെ ആൾക്കാർ നന്നായിട്ട് സഞ്ചയന കർമ്മം അന്ന് മുതൽ ബലിയൊക്കെ ഇട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ബലിക്ക്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സഞ്ചയനം മുതൽ 16 ദിവസവും അടുപ്പിച്ച് ബലിയിടും. പക്ഷേ ഇവരുടെ നാട്ടിൽ സഞ്ചയനത്തിന് ബലിയിട്ടാൽ പിന്നെ ഇനി 16ൻ്റെ അന്ന് ഒരു ചെറിയൊരു ബലി ഇട്ടിട്ട് അവിടെ ഒരു നമ്പ്യാരില്ലോ എന്ന് പറയുന്നൊരു ഇല്ലുണ്ട്. അവിടെ പോയി ബലി ചെയ്ത് അങ്ങനെ ഇതിൻ്റെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നതാണ് പതിവെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ സഞ്ചയനം മുതൽ 16 ദിവസം അടുപ്പിച്ച് ബലിയിടുന്ന പതിവുണ്ട്. അതിനുശേഷം 16ൻ്റെ അന്ന് പുതിയ ശുദ്ധപിണ്ഡ ബലിയൊക്കെ ഇട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് പതിവ്. അതുപോലെ 16ൻ്റെ അന്ന് അസ്ഥി കൊണ്ടുപോയി ഒഴുക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം സദ്യയോടുകൂടിയാണ് നമ്മുടെ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത്. ഇവിടെ ഇനി 16ൻ്റെ അന്ന് ചടങ്ങുണ്ട്. പക്ഷേ ഇന്നാണ് ബാക്കി എല്ലാ ചടങ്ങുകളും വെച്ചിട്ടുള്ളത്. സഞ്ചയനത്തിൻ്റെ അന്നാണ്. അങ്ങനെ രാവിലെ അവിടെ പിതൃകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് കാണുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർക്കൊക്കെ ഇതൊരു വലിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒരു എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടല്ലോ. അന്നേരം അവരതൊക്കെ ചെയ്ത് പഠിപ്പിക്കുകയാണ്. അടുത്ത കരയോഗത്തിൻ്റെ സെക്രട്ടറി ആളാണ് തോന്നുന്നു. അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പഴയ തലമുറയിലെ ഒരു അപ്പൂപ്പനും ഉണ്ട് എല്ലാമൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അവന് നല്ലോണം മുട്ടുകുത്തിയൊക്കെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. പച്ചരിയൊക്കെ നന്നായിട്ട് വെന്ത് ഇങ്ങനെ 3 ഉരുള ഉരുട്ടി വെക്കാനൊക്കെ പറയുന്നതാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അവനിപ്പം 7ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അമ്മൂമ്മയുടെ ഇളയ മകനാണ് ഇവൻ്റെ അച്ഛൻ. അതുകൊണ്ട് മകൻ്റെ മകൻ പിതൃബലി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇപ്രാവശ്യം. അത് അമ്മൂമ്മയ്ക്ക് അത്രയും ഒരു ഭാഗ്യം ഉണ്ടായി മകൻ്റെ മകനെ കൊണ്ടുള്ള ബലിയൊക്കെ ഇടാനൊക്കെ. അതിലൊക്കെ ഒരു വിശ്വാസമുള്ള ആൾക്കാർക്ക് അതൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഇത് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഈ ചോറ് ഉണ്ടാക്കി ഇങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം അത് കാക്കയ്ക്ക് വെക്കും. കാക്ക എടുത്തില്ലെങ്കിൽ പിന്നെ അത് അടുത്തുള്ള ആറ്റിലോ തോട്ടിലോ കൊണ്ടുപോയി ഒഴുക്കുന്നതാണ് പതിവ്. കുറേ ആൾക്കാരൊക്കെ അത് നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും 10 മണിയോളം ആയി. അപ്പോഴത്തേനും അത്യാവശ്യമായിട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കാപ്പി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും ഇത് കുറേ നേരം ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. അതിനുശേഷം കാക്കയ്ക്ക് ബലിയൊക്കെ കൊടുക്കാൻ പോയി. ആ സമയത്ത് പിന്നെ നമുക്ക് കഴിക്കാനുള്ള
വിളിച്ചു. അങ്ങനെ ഞങ്ങളും പോയി കഴിക്കുകയാണ്. ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും പ്രഥമനും ഒക്കെ ആയിരുന്നു ഭക്ഷണത്തിൽ. നല്ല സദ്യ, നല്ല കാപ്പിയായിരുന്നു. അതെല്ലാം കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു 10 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ കയറി. ഇത് എൻ്റെ മാമൻ്റെ വീടാണ്. മാമനാണ് മുൻപേ പോകുന്നത്. പിന്നെ ആങ്ങളയുടെ ഭാര്യ, ഞങ്ങളെല്ലാവരും കൂടെ മാമനെ അവിടെ ഇറക്കി. അങ്ങനെ മാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള എൻ്റെ വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ മാമൻ ഭയങ്കര ചെടി അതേപോലെ പച്ചക്കറി കൃഷി അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. വീട്ടിലൊക്കെ ഒരുപാട് ചെടിയും പൂന്തോട്ടവും ഒക്കെയാണ്. ഇപ്പം പിന്നെ ഉണക്കായതുകൊണ്ടും പിന്നെ മാമന് ഇടയ്ക്ക് ഇച്ചിരി സ്കൂളില്ലായ്മ കൊണ്ടൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിലും ഇഷ്ടംപോലെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി പയറ്, വെണ്ട, ചീര അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി തന്നെത്താനെ കൃഷി ചെയ്തൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പിന്നെ അവിടുത്തെ വളർത്തുനായാണിത്, റൂബി എന്നാണ് അവളുടെ പേര്. അതിനുശേഷം ഒരുപാട് ചെടികളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവറുകളിലായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ആന്തൂറിയവും ഓർക്കിഡോ അങ്ങനത്തെയൊക്കെ ചെടികളാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ അതൊക്കെ എടുത്തു. പിന്നീട് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. അവിടെ ആരുമില്ല. മാമന് ഒരു മോനേ ഉള്ളൂ. മകൻ ഗൾഫിലാണ്. മകനും വൈഫും കൊച്ചും ഗൾഫിലാണ്. പിന്നെ മാമിയും മാമനും മാത്രമേ ഇവിടെ ഉള്ളൂ. മാമി ഞങ്ങളെ കണ്ടുകൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ പിഴിയാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ മാമൻ്റെ ചെടികളുടെ ഇടയിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. എൻ്റെ നാത്തൂനും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഞാനും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് നമ്മുടെ ഈ കടലാസ് ചെടിക്ക് നല്ല ബോഗൺവില്ല, ഇവിടെ കടലാസ് ചെടി എന്ന് പറയും. ബോഗൺവില്ല നന്നായിട്ട് പൂത്ത് നിൽക്കും. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണമെന്നേ ഉള്ളൂ. നന്നായിട്ട് പൂത്ത് നിൽക്കും. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ കുറച്ച് വീഡിയോയൊക്കെ ഞാനും എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം ഉച്ചവരെ ഇങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലെത്തി. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ജംഗ്ഷനിൽ ഇറങ്ങി ബസ്സിൽ കയറി എൻ്റെ വീട്ടിലോട്ട് പോരുന്നു. അവരെ അങ്ങോട്ട് പോയി. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.